എടി എന്റെ ചേട്ടൻ നിന്നെ ഏതെങ്കിലും കാര്യത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് മാപ്പാക്കണം. അതിന് പ്രകാശ് എന്നെ വിഷമിച്ചൊന്നുമില്ല. അപ്പൊ നിങ്ങൾ തമ്മിലവിടെ വഴക്കുണ്ടായില്ലേ? വഴക്കോ? വഴക്കൊന്നുമില്ല, അതൊരു വാദപ്രതിവാദം. വാദപ്രതിവാദോ? എന്തിന്റെ? പ്രകാശ് ഏട്ടൻ പറഞ്ഞു അടുക്കള പണി സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. എനിക്കിഷ്ടായില്ല, ഞാൻ എതിർത്തു. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചു, നിനക്കറിയാലോ. ചേട്ടൻ തിരിച്ചും വാദിച്ചു. അങ്ങനെ ഒരു വാദപ്രതിവാദം, അത്രേ ഉള്ളൂ. നിന്റെ പുരുഷ വിദ്വേഷം ഇതുവരെ നിർത്താറായില്ലേ ശാലിനി? നീ തന്നെ ഇത് പറയണം കേട്ടോ. ഞാൻ പറയും, പണ്ട് ഏതാണ്ട് ഒരുത്ത് നിന്നെ തേച്ചു പോയെന്ന് പറഞ്ഞിട്ട് നീ എപ്പോഴും ഓർത്തോണ്ടിരിക്കുക. എന്നെ മാത്രമാണോ? നിന്നെ ഒരുത്തും പറ്റിച്ചില്ലേ? അതിപ്പോ പറയണ്ട, നല്ലൊരു ദിവസമായിട്ട്. എന്നാലും നിന്നെ സമ്മതിക്കണം സരിതേ. നിന്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ ഇപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ. നീ എന്താ വിചാരിച്ചത്? ഞാനിവിടെ എല്ലാവരോടും കളിയും ചിരിയായിട്ട് നടക്കണത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണെന്നാ? എന്റെ മനസ്സ് നീറണ്. നിനക്ക് നിന്റെ അമ്മയുടെ ചേട്ടനോടും പറഞ്ഞൂടെ? ഞാൻ എന്താ പറയണ്ടേ? എന്റെ ഭർത്താവ് വേറെ സ്ത്രീയുടെ കൂടെയാണ് കഴിയണേന്നോ? ഞങ്ങള് വേറെ പിരിഞ്ഞ് താമസിക്കണേന്നോ? ഇതൊക്കെ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ നിന്റെ മനസ്സിലെ ഭാരം തന്നെയല്ലേ കുറയുന്നത്? ഞാൻ എന്തായാലും ആ ഭാരം ചുമക്കുന്നുണ്ട്. ഇനി ചേട്ടനോടും അമ്മയോടും പറഞ്ഞ് അവരെ കൂടി വിഷമിപ്പിക്കണെന്തിനാ? ഞാൻ എന്തായാലും ഇത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ശരിയാ, വെറുതെ അവരെ കൂടെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ? അല്ല, അയാൾ ഇപ്പോഴും നിന്റെ മോളെ കാണാൻ വരാറുണ്ടോ? വന്നിട്ട് എന്ത് കാര്യം? ഒരച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റുമോ അയാൾക്ക്? അയാൾ എപ്പോഴും ആ സ്ത്രീയുടെ കൂടെ തന്നെയാണോ ജീവിക്കുന്നത്? ആർക്കറിയാം, എനിക്കറിഞ്ഞൂടാ. എൻ്റെ മോള് ഒരു പരുവാവട്ടെ എന്ന് കരുതിയാണ് ഇത്രയും കാലം ക്ഷമിച്ചത്. അവള് കുഞ്ഞായിരുന്നപ്പോ എന്തുമാത്രം ശാരീരികമായിട്ടുള്ള ഉപദ്രവിച്ചു എന്നറിയാമോ? ഇപ്പൊ എൻ്റെ മോൾക്ക് എല്ലാം തിരിച്ചറിയാനുള്ള പ്രായമായിട്ടുണ്ട്. ഇനിയിപ്പോ അയാളുടെ ആവശ്യം എനിക്കില്ല. അയാളായിട്ടൊരു ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല. നിങ്ങളെപ്പോഴും ഡിവോഴ്സ് ചെയ്യാൻ തന്നെയാണോ തീരുമാനം? മനസ്സുകൊണ്ട് തന്നെ ഡിവോഴ്സ് ആയതാ. ഇനിയിപ്പോ പേപ്പറിൽ ഡിവോഴ്സ് ആക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിന്റെ മോളിനി അയാളുടെ പോണം എന്ന് പറയോ? ഏയ്, അവളൊരിക്കലും അങ്ങനെ പറയില്ല. അവൾക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനുള്ള പ്രായമായില്ലേ. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് ഭാഗ്യമുണ്ട്. എൻ്റെ അമ്മയെ പോലത്തെ ഒരു നല്ലൊരു അമ്മയെ അവിടെ കിട്ടി. അവരൊരിക്കലും എൻ്റെ അമ്മായിമ്മയല്ല. ഞാൻ ആലോചിക്കായിരുന്നു, അയാളെങ്ങനെയാ അമ്മയുടെ വയറ്റിൽ പറഞ്ഞതാ? ആ അമ്മയാ എൻ്റെയും മോളുടെയും സപ്പോർട്ട്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളെല്ലാം സഹിക്കണം. സഹിക്കാനുള്ളതൊക്കെ ഞാൻ സഹിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ സഹിക്കില്ല. അയാൾ ആരുടെ കൂടെ വേണമെങ്കിൽ പൊക്കോട്ടെ. എനിക്ക് സ്നേഹിക്കാൻ എൻ്റെ മോളുണ്ടല്ലോ. അത് വിട്. എന്നെക്കാളും ട്രോമ അനുഭവിക്കണ നിന്നെ എൻ്റെ സങ്കടം പറഞ്ഞ് വിഷമിപ്പിച്ചല്ലേ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. എൻ്റെ അച്ഛനും അമ്മ ഇല്ലാണ്ട് എനിക്ക് എന്ത് സന്തോഷം? ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. നമുക്ക് അപ്പുറത്ത് പോവാം. വാ. നല്ലോണം പുലരണ് നാവോറ് പാടാനേ, ഉള്ളോന്റെ കുടവും വീണേ, പൂത്തുമ്പീം വരണുണ്ടേ, പൂവാലൻ തുമ്പി വരണുണ്ടേ. തേതകത തേതകത തക 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 തേയാരേ, തേതകത തേതകത തക 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 തേയാരേ. പുന്നെല്ലിൻ അവിലുണ്ടോ പൂത്തൊടിയിൽ
മധുരം തിന്നാൻ വരണുണ്ടോ, മധുരം തിന്നാൻ വരണുണ്ടോ. തേതകത തേതകത തക 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 തേയാഴി. തേതകത തേതകത തക 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 തേയാഴി. തേതകത തേതകത തക 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 തേയാഴി. തേതകത തേതകത